ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് കുട്ടിക്കാനത്ത് അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞ അറിയാലോ, കുട്ടിക്കാനത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മുടെ ലൂസിഫറൊക്കെ ഷൂട്ട് ചെയ്തത്. ആൻഡ് അവിടെ ജസ്റ്റ് കാണാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഇത് നിങ്ങൾ നേരത്തെ വ്ളോഗ്സൊക്കെ എൻ്റെ കണ്ടിന്യൂസ് കാണുന്നവരാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എൻ്റെ ഫ്രണ്ടിന് കോണ്ടസ് ഉണ്ട് ഇവിടെ കുമളിയിൽ, വണ്ടിപ്പെരിയാറുള്ള ഫ്രണ്ടാണ്. പിന്നെ കോണ്ടസ് അത്യാവശ്യം നല്ല കിടിലൻ ബിൽഡാണ്. അന്ന് കാണുന്ന സമയത്ത് നല്ല തക്കുടുമാണ്. ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നു. എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹാരിയർ കൂട്ടർ ഇവിടെ ഉണ്ട്. ആൻഡ് നമ്മുടെ ഹാരിയർ കൂട്ടറിന് നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത് 3060. ഈ വണ്ടിയുടെ നമ്പർ 3151. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചരിച്ച് കുറച്ചുകൂടി കൊണ്ടോ. മതി. 2 വീഡിയോസ് എടുക്കാം, 2 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഹായ് സൗഖ്യമാ? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഏത് വർഷത്തെ വണ്ടിയാണ് മോനെ? 97. ബൈ ദ ബൈ, ഇത് സുഹേൽ, നമ്മുടെ വണ്ടിപ്പെരിയാർ എൻ്റെ GTA 5 പരിചയപ്പെട്ട എൻ്റെ RP പ്ലെയർ ആണ്. ഐ മീൻ RP ഫ്രണ്ടാണ്, ഇപ്പം റിയൽ ലൈഫ് ഫ്രണ്ട്. വൺസ് മോർ വെൽക്കം. 97 വണ്ടിയാണല്ലേ? ഓക്കെ. എത്ര വർഷമായി ഇപ്പം നമ്മൾ സ്വന്തമായിട്ട്? എത്ര വർഷമായി കാണും? നമ്മൾ എടുത്തിട്ട് ഇപ്പം 5 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടി. ഇത് എടുത്ത സമയത്ത് വെള്ളമായിരുന്നു. യെസ്. എന്തൊക്കെ പണി ചെയ്ത് കാണും ഈ ഒരു വണ്ടി ഈ ഒരു ലുക്കിലോട്ടാക്കാൻ? എന്തൊക്കെ പണി ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വണ്ടിയിൽ വരുത്തിയിരിക്കുന്നത്? ആദ്യമേ നമ്മൾ എടുത്തപ്പോൾ ഫുള്ള് റിസ്റ്റോർ ചെയ്തു. നമ്മൾ പിന്നെ അലോയിൽ മാറ്റി. ഓക്കെ. ഇത് എത്ര ഇഞ്ചാണ് കിടക്കുന്നത്? ഇത് 15. ഇതിന്റെ സ്റ്റോക്ക് വരുന്നത് 13. ഓക്കെ. പിന്നെ കളർ ചേഞ്ച് ചെയ്തു. ഇന്റീരിയർ ഈ കളറിന് പറയുന്ന പേരെന്താ? ചെറിയ റെഡ്. ചെറിയ റെഡ്. ഇത് നല്ല രസമുള്ള റെഡാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ ഇത് ഭയങ്കര വൈറലാണ് ഈ വണ്ടി ആക്ച്വലി. ഇരുട്ടത്ത് ഇടുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആവും. ഓക്കെ. പിന്നെ വെയിലടിക്കുമ്പോൾ കുറച്ച് തിളക്കം. ഓക്കെ. പിന്നെ നമ്മൾ ഇന്റീരിയർ ഫുള്ള് മാറ്റി. ബാക്ക് സീറ്റ് ഒക്കെ സോഫ പോലെ ആക്കിയല്ലേ? ഞാൻ ആക്ച്വലി ഇതിന്റെ ഇന്റീരിയറിൽ ബാക്കിൽ ഇരുന്നിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. പഞ്ഞി ഇങ്ങനെ ഇരിക്കല്ലേ? അതുപോലെ ഇത് സീറ്റിന് ഇങ്ങനെ അല്ലല്ല, ഇതിന്റെ തന്നെയാണോ? കവർ ഇട്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ കിടന്നു പോവാല്ലോ, ക്ഷീണം വരുന്നില്ലല്ലോ. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവും, നമുക്കില്ല. ഇത് നോർമലി വണ്ടിക്ക് എന്തൊക്കെ വന്നേനെ? നമുക്ക് ഇവിടെ വേറൊരു പാഡാണ്. ഇപ്പൊ നമ്മള് മണ്ടേക്കൂടെ റെക്സിങ് വെച്ച് ചെയ്യിപ്പിച്ച് പുതിയൊരു പാഡ് ചെയ്യിപ്പിച്ചത്. ഓക്കെ. ഇതൊക്കെ പോയാ സ്റ്റോക്ക് അതിന്റെ കവർ ഒന്നും കിട്ടാനില്ല. ഇതിന് പാർട്സ് ആണ് കിട്ടാത്തത് അല്ലേ? അത് വലിയൊരു സംഭവം. മെക്കാനിക് പാർട്സ് തന്നെ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ പണിഞ്ഞതും അങ്ങനെ തപ്പിപ്പിടിച്ച് ഡൽഹിയിൽ നിന്ന് സാധനം വരുത്തും, പണി. നൈസ്. ബാക്കിലത്തെ സീറ്റും ഇവിടെ നമുക്ക് സെൻട്രൽ ടണലുണ്ട്, ഹാൻഡ് ബ്രേക്കും കാര്യങ്ങൾ. സ്റ്റിയറിംഗ് യൂണിറ്റ് ഇതാണ് സ്റ്റിയറിംഗ് യൂണിറ്റ് വരുന്നത്. അത് ഒറിജിനൽ ഡാഷ്ബോർഡാണ്. ഒറിജിനൽ ആണല്ലേ? അത് അകത്ത് കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മുകളിൽ എന്ത് ചെയ്തേക്കുന്നത്? മറ്റേ റെക്സിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഡീസൽ ടാങ്ക് ഇങ്ങനെ തുറക്കണം. അതിന്റെ ഓപ്പണിംഗ് സാധനം ഞാൻ ലൂസ് ആക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ വേറൊരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. ടൂൾസാ? ആക്ച്വലി ഇത് ഇങ്ങനെ ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് അന്യായ സ്പേസ് ആട്ടോ. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ക്ലിപ്പ് ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ ക്ലിപ്പ് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് വലിക്കുമ്പോൾ അവിടുത്തെ ലോക്ക് എടുക്കും. ഞാൻ ഇപ്പൊ വലിച്ചു വെച്ചേക്കുവാ, നമുക്ക് പെട്ടെന്ന് എപ്പോഴും ഡിക്കി തുറക്കാൻ പറ്റില്ലല്ലോ. ഇത് എത്ര ലിറ്റർ ഡീസൽ അടിക്കണം? ഇതിന്റെ ടാങ്ക് 60 ലിറ്റർ ടാങ്ക്. 60 ലിറ്റർ ടാങ്ക്. നമ്മളൊരു മൈലേജ് ഒരു 12 കിട്ടും ഇപ്പോഴും. എത്ര സി സി എഞ്ചിനാ ഇത്? 2000. ഈ വണ്ടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വേറെ ഏതൊക്കെ വണ്ടി വെച്ച് കമ്പയർ ചെയ്താലാണ് ആ ഒരു കാറ്റഗറി പിടിക്കുക? അന്നത്തെ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ അന്നത്തെ കാറ്റഗറി വെച്ചിട്ട്? ഇല്ല, അന്നത്തെ ഒരു പ്രീമിയം. ഇത് മറ്റേ മന്ത്രിമാരെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. CD മ്യൂസിക് ഈ വണ്ടിയല്ലേ? അല്ലല്ല, അത് വേറെ. ബോംബ് പൊട്ടിക്കുന്ന ഏതാ CD മ്യൂസിക്? അത് ഈ വണ്ടി അംബാസഡറാണ് ബോംബ് പൊട്ടിക്കുന്നത്. 2 ലൈറ്റുള്ള ഇതായിരിക്കും. ഇതാണ് അല്ലേ ഗൈസ്? CD മ്യൂസിക് പണ്ട് ഈ വണ്ടി എല്ലാവരും മേടിച്ചിട്ട് കുറച്ചാൾ ഉപയോഗിച്ചിട്ട് പൊളിച്ചു കളയോ. ഇതിന്റെ എഞ്ചിനും ഗിയർ ബോക്സും എടുത്തിട്ട് അംബാസഡറിൽ സെറ്റ് ചെയ്യുമായിരുന്നു. ഈ വണ്ടിക്ക് വിലയില്ലായിരുന്നു. പക്ഷെ ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എങ്ങനെയുണ്ട് അതിന്റെ റേറ്റ് ഒക്കെ? നല്ല വണ്ടി above 5 lakh. ഇപ്പോഴും? പൊന്നോ. ഇത് നമുക്ക് എടുത്തിട്ട് 5 വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്ത് ഉപയോഗിക്കാം അല്ലേ? ആ ഒരു സെറ്റപ്പാ. ഇതിന്റെ പാർട്സ് ഏതൊക്കെ ആയിരിക്കും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കുന്നത്? ഞാൻ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോക്ക് സസ്പെൻഷനെ, അതായത് നമ്മൾ ഒരു കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവും. അപ്പം ഞാൻ അത് ഓൾട്ടർ ചെയ്തിട്ട് ബൊലേറോയുടെ ബോൾ ജോയിന്റ്, അപ്പോൾ കുറച്ച് ഹെവി ഡ്യൂട്ടി ആവും. സ്റ്റിഫായി. ഓക്കെ. അതിനകത്ത് 2000 cc ഒരു ഡീസൽ എഞ്ചിനാണ് ഇരിക്കുന്നത്. കമ്പനി വൈസ് പറയുമ്പോൾ H&M എന്നല്ലല്ലോ പറഞ്ഞത്, H&M ഡ്രസ്. എന്ന് പറയുമ്പോൾ അതിന്റെ ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ ഒന്നും സർവീസ് ഇല്ലല്ലോ. അവർക്ക് വേറെ ഏതൊക്കെ വണ്ടി ഉണ്ടായിരുന്നു? അവർക്ക് അംബാസഡർ. പിന്നെ അതേ ഉള്ളൂ. ഇത് രണ്ടും. ഈ 2 വണ്ടി കൊണ്ട് അന്നത്തെ കാലത്ത് പിടിച്ചിരുന്ന കമ്പനിയാ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പൊളിക്കും അല്ലേ? ഫിയറ്റ് വരുമോ അല്ലെങ്കിൽ ഫോർഡ് വരുമോ? ഈ ഒരു കാറ്റഗറി ലുക്ക് കിട്ടും. വിന്റേജിൽ ഇറക്കണം.
EV ഇറക്കിയ അവര് അതിനുള്ള ഇല്ല, അതായത് ആവശ്യമില്ലാതെ കുറെ വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ബോണറ്റിൻ്റെ അകത്തൊക്കെ എഞ്ചിൻ അത്ര ഭാഗമുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്രില്ല് കാണാം, 2 ഹലോജൻ അല്ലേ, LED ആക്കിയിട്ടില്ലല്ലോ. ഇല്ല ഹലോജൻ ലൈറ്റ്. ഈ ലൈറ്റ് കാണുമ്പോൾ തന്നെ ഇത് പ്രീമിയം ആണ്. ബമ്പർ ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ 800 ഓർമ്മ വരും. എല്ലാത്തിനും സെയിം ആണ്. ആൻഡ് ഇവിടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോണറ്റിന്റെ ഒക്കെ ആ ലൈൻ കണ്ട, ബോഡി ലൈൻ കണ്ട, നല്ല രസമുണ്ടല്ലേ. ഇതിനിപ്പം അടുത്ത ടെസ്റ്റിന് കയറാൻ പോകല്ലേ. എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഒന്നും കൂടെ പാച്ച് വർക്ക് ചെയ്യും ഫുൾ, അതായത് ഇപ്പൊ ഉള്ള ഈ തുരുമ്പും ഈ ഒരു സംഭവങ്ങളും ഫുള്ള് നമ്മൾ ഇത് ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും പാച്ച് വർക്ക് ചെയ്ത് പെയിന്റിങ് ഫുള്ള് ചെയ്യും. ഓക്കെ, നൈസ്. ഇന്റീരിയറിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിന്റെ കയറി ഇരിക്കുമ്പോൾ അതൊന്ന് തുറന്നു തരും. കാലത്തിന്റെ ആയ പോരായ്മകൾ എല്ലാത്തിനും കാണുമല്ലോ. യെസ്, കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗൈസ് ഇതിന്റെ ഇന്റീരിയർ AC ഉണ്ടോ? AC ഒക്കെ ഉണ്ടല്ലേ. നമ്മൾ ഇതിങ്ങനെ പിടിച്ച് വേണം അലക്കാൻ കേട്ടാ. യെസ്, ആ സൗണ്ട് കേട്ടാ. സ്റ്റിയറിംഗ് എന്തൊക്കെയാ പറഞ്ഞത്? ഡാഷ്ബോർഡ് ഇത് ഒറിജിനൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന സെയിം ഡാഷ്ബോർഡാണ്, സ്റ്റോക്ക് തന്നെ. അപ്പോൾ അതിനകത്ത് മീറ്ററിൽ എന്തൊക്കെ വരും? മീറ്ററിൽ ഇത് ഫ്യൂൽ ടാങ്ക്, ടെമ്പറേച്ചർ, പിന്നെ സ്പീഡോമീറ്റർ, ഇൻഡിക്കേറ്റർ, ബാറ്ററി, ഹീറ്റർ, പിന്നെ എല്ലാം പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റേ നമ്മുടെ വേറൊരു സെൻസർ പോലെ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് ബ്രേക്ക് പാഡ് തീരുമ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് എത്തും. അന്നത്തെ അതായത് അതിലൊരു വയറിംഗ് കൊടുത്തിട്ടുണ്ട് അറ്റത്ത് ബ്രേക്ക് പാഡിന്റെ, ഇവിടെ ലൈറ്റ് എത്തും. പിന്നെ ഓണിന്റെ ഇത് 2 ഇവിടാണല്ലേ. പണ്ടത്തെ അംബാസഡറിന്റെ ഓൺ. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, ഇത് മറ്റേ സാധാരണ മാനുവല. പവർ സ്റ്റിയറിംഗിന് ഇത് മാറും. ഡെയിലി ലൈഫ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മസിലൊക്കെ വന്നേ. ഇത് ഹാൻഡ് ബ്രേക്ക് മാറ്റട്ടെ. നൈസ്. സൗണ്ട് ഉണ്ടോ? അത് കൊള്ളാം അല്ലേ. പിന്നെ ഇവിടെ ഒരു അറയുണ്ട്. എന്തൊക്കെ ഉപയോഗിക്കാം? ചില്ലറ സാധനങ്ങൾ, നട്ട്സും കാര്യങ്ങളൊക്കെ വഴി കിടക്കുമ്പോൾ ലൈറ്റിന്റെ സാധനങ്ങളുണ്ട്. RGB ഉണ്ടോ? അതുണ്ട്, ഇവിടെ ലൈറ്റ് ഇട്ടാ വരുമല്ലോ. അടി ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ. സെറ്റപ്പാ, വൈബിങ്ങാ. പിന്നെ ഇത് ഒറിജിനൽ കൂളിംഗ് ആണ്, നോട്ട് ടിൻഡഡ്. ഇൻബിൽഡാ. നൈസ്. ഇങ്ങനെ കുറെ പേര് കൈ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് കോണ്ടസ്റ്റ് ആണല്ലേ. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ചെറിയ ഡാഷ്ബോർഡ് ആണ്, ഇത്രേ ഉള്ളൂ ഏരിയ. അങ്ങനെ ബാക്കിയെല്ലാം ബോണറ്റ് ഏരിയയിലോട്ടാണ് വലിച്ചു നീട്ടി വെച്ചേക്കുന്നത്. എന്തിനായിരിക്കും എത്ര വലിയ വണ്ടി കൊടുത്തത്? അതിന് മാത്രം ഉണ്ടോ പറ്റാത്ത? ഇതൊന്നും ഇല്ല. ഇത്ര സ്ഥലത്ത് 2 ചാക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിരിക്കും. ഇതിന്റെ അകത്ത് ഡാഷ്ബോർഡ് എങ്ങനെ തുറക്കുന്നത്? ഓക്കെ. നൈസ്. ഇതൊക്കെ അന്നത്തെ കാലത്താണോ? അല്ലല്ല, ബ്ലൂടൂത്ത് ആണല്ലേ. ഇതൊക്കെ എന്ത് സാധനം? ബസിന്റെ ഫോൺ? ഇത് വൈപ്പറിന്റെ. ഇങ്ങനെയാണോ വരുന്നത്? അല്ല, ഇതിന്റെ നോബ് ഉണ്ട്. ഇവിടെ അത് ഒടിഞ്ഞു പോയി. ഇതൊന്നും കിട്ടാനില്ലല്ലേ? കിട്ടാനില്ല. ഇത് എവിടെ കിട്ടും? എവിടെ തപ്പി? ഞാൻ മാറാതെ വെച്ചേക്കുന്നത് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മാരുതിയുടെ മറ്റേ സാധനം കയറ്റി ഇരിക്കുന്നതൊക്കെ. ഇതിന്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച് ഇതാ, ഇത് വലിച്ചാൽ മതി. ഇത് വലിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഇതുണ്ടോ? ഹെഡ്ലൈറ്റിന്റെ ബ്രൈറ്റ് ആയി. താഴോട്ടാക്കുമ്പോൾ ഓഫ് ആവും. ഒന്നുകൂടെ ആണെങ്കിൽ. നൈസ്. ചോക്ക് വലിക്കുന്നത് അല്ലേ? അതാ ഹെഡ്ലൈറ്റ്. അത് കൊള്ളാം. പിന്നെ ഡിമം ബ്രൈറ്റ് ചെയ്ത് തന്നെ ഉണ്ട്. മറ്റേതുപോലെ തന്നെ ഗിയർ മറ്റേ കുപ്പി കമ്പറ്റി. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ. AC നല്ല തണുപ്പുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഹെഡ്റൂം അത്യാവശ്യം ഉണ്ട്. കൊള്ളാം. ഒരു വിന്റേജ് വണ്ടി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തെടുക്കാം അല്ലേ? 5 ലക്ഷം കൊടുത്തെടുക്കുന്നതിന്റെ അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലവാക്കാൻ നമ്മൾ അതിന് നോക്കുന്ന മൈൻഡ് പോലെ ചിലവാക്കാൻ മൈൻഡുള്ള 5 ലക്ഷം രൂപയ്ക്ക് ആർക്കാണെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് കൊണ്ടുനടക്കാൻ നല്ല ചിലവ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ എയർ വെന്റ് കാണാം. ആൻഡ് വൈപ്പർ ബ്ലേഡ് ഒക്കെ മാറിയതാണല്ലേ? വൈപ്പർ ബ്ലേഡ് ഇതിന്റെ ആമ് കിട്ടുകയല്ല. കിട്ടും, പക്ഷേ 5000 രൂപ ചോദിക്കുന്നത് ഒരു ആമിന്. അപ്പൊ ഞാൻ മാരുതിയുടെ മോട്ടോർ വെച്ചിട്ട് പണിഞ്ഞാണല്ലേ. ഈ വണ്ടി ഇച്ചിരി മുമ്പോട്ടാക്കോ, ഇച്ചിരി അങ്ങോട്ട് തിരിച്ചു ബാക്ക് സൈഡും കൂടെ കാണാൻ വേണ്ടി. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് പുറത്തുനിന്ന് കണ്ടാ. ഭയങ്കര സൈലന്റ് കേട്ടോ വണ്ടി നിർത്തിയിരുന്ന സമയത്ത്. അല്ലാത്ത കൊണ്ട് പോകും. എത്ര തിരിയിരിക്കണോടാ. മതി. നിങ്ങളെ വണ്ടിയുടെ ബാക്ക് സൈഡ് കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. കോണ്ടസ് അടിച്ചാ മതി. ഈ സെറ്റ് കണ്ടോ. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നല്ലൊരു ക്ലീൻ ബമ്പർ. നമ്പർ പ്ലേറ്റ് ഇവിടെ വന്നപ്പോൾ ഭംഗി വന്നു കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു എടുപ്പ് വരത്തില്ലായിരുന്നു. ആൻഡ് കോണ്ടസ ക്ലാസിക് എന്ന് എഴുതിയിട്ടുണ്ട്. 2 ലിറ്റർ DLX എന്താ? അത് അതിൻ്റെ ഒരു കാറ്റഗറിയാണ്. വേറെ ഉണ്ട്. ഇത് 1.8 ലിറ്ററിന്റെ പെട്രോൾ എഞ്ചിനും ഉണ്ട്, 2 ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ട്. ഓക്കെ. ആൻഡ് എക്സോസ്റ്റ് ഒടിഞ്ഞോടി ഞങ്ങൾ വന്നതാണോ അതോ? ഇത് ഇപ്പൊ വേറെ കുറെ പേര് ലോറിയുടെ കയറ്റിട്ട് ഓൾട്ടർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ സ്റ്റോക്കാ ഈ സാധനം.
ഭയങ്കര മങ്ങല. ഇത് മേടിക്കണമെങ്കിൽ സെറ്റിന് 9,000 രൂപയാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ സാധനത്തിന് ഭയങ്കര വില ഇപ്പോഴും? കിട്ടാനില്ല, കിട്ടാനില്ലാത്ത ഡിമാൻഡ് കൂടുന്ന. ഓ നൈസ് നൈസ് നൈസ്. പഴയ സ്റ്റോക്ക് ആയിരിക്കും അത്. ഓ പുതിയതൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ. അന്ന് കച്ചവടം ഇല്ലാത്ത സാധനം ഇപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഇവിടെ ലോഗോ കാണാം, മുബാറക്. എന്താണ് മുബാറക്? മുബാറക് നമ്മുടെ വീട്ടുപേര്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുമളിക്കാർക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറുകാർക്ക് മനസ്സിലായി കാണും ഇത് എവിടുത്തെ വണ്ടിയാണ്. ആൻഡ് ഈ സൈഡിൽ നമുക്ക് കൊള്ളാല്ലേ, എന്ത് രസം കാണാൻ, ഒരു വിന്റേജ് വൈബ് തന്നെ ശരിക്കും. ഇത് ഇതിന്റെ അല്ല ആക്ച്വലി, പക്ഷേ ഇതെല്ലാം എല്ലാവരും കോണ്ടസൈൽ ഇതേ കിട്ടത്തുള്ളൂ. അല്ല കിട്ടുന്നുണ്ട്. ഇത് 1,500 സംതിങ് ആയിരുന്നു, 2,000 ആ റേഞ്ചിൽ വരുന്ന. ഇത് വെക്കുമ്പം വണ്ടിക്ക് വേറൊരു ഇതാ. ഇത് ബെൻസിന് വരുന്നതും സെയിം ഒരു മോഡൽ വരും, 123 ചിലതിന് സെയിം മോഡൽ വരും. ഇതിന് എത്ര നീളം കാണും? ഈ വണ്ടി 407 നീളമുണ്ട്. 407 നീളമുണ്ട്. ആ മറ്റേ ലോറിയില്ല 407 ടാറ്റ, അതിന്റെ നീളമുണ്ട്. പക്ഷെ കണ്ടാ പറയത്തില്ല, പറയില്ല. അതുപോലെ താന്നല്ല വണ്ടി ഇരിക്കുന്നത്. അതായത് 407 ക്യാബിൻ വരുന്ന ലോറിക്കാരൻ ഇവിടെ ഇരിക്കും. ഇപ്പൊ ശരിയാ, അങ്ങനെ നോക്കുമ്പോ കറക്റ്റ്. ഒരു ബോണറ്റിനാണ് ഗൈസ് ഭയങ്കര നീളമുള്ളത്. ഇത് ഈ കളർ എടുക്കാനുള്ള അടിക്കാനുള്ള ഈ കളർ ഞാൻ പല കളറുകളും നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ കളർ കിട്ടുന്ന ഒരു നോട്ടവും ഇതൊന്നും വേറെ ഒന്നിനും കിട്ടിയില്ല. ഓ അതുകൊണ്ട് അങ്ങനെ എടുത്താ. റെഡ് ഒരു ഫേവറേറ്റ് ആയി പോയി. ഓ അങ്ങനെ ലൈക്ക് ഈ ഒരു റെഡ് തന്നെ വേണം കൈൻഡ് ഓഫ്. അത് ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത. അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ കോണ്ടസയുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കോളേജിൽ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് വെച്ചാൽ കുറേ നാളോട് പ്ലാൻ ചെയ്യുന്നതാണ്. ഓടുന്ന കണ്ടീഷനിൽ എടുക്കാൻ പറ്റത്തുള്ളൂ, കുറച്ചൊക്കെ കഴിഞ്ഞാലോ. അപ്പൊ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഈ കോണ്ടസ് എടുക്കാനുള്ളവർക്കോട് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അതായത് ഞാനൊരു 2 വർഷം തപ്പി കിട്ടിയൊരു വണ്ടിയാണ്. കോണ്ടസ് എടുക്കണമെന്ന് പറഞ്ഞ തന്നെയാണോ കോണ്ടസ് എടുത്തത്? പിന്നെ 2 വർഷമായിട്ട് കോണ്ടസ് മാത്രം തപ്പിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ OLXൽ തമിഴ്നാട്ടിൽ ഇട്ട് കൊടുത്തപ്പോൾ KL6 വണ്ടി, ഇടുക്കി വണ്ടി തന്നെ തമിഴ്നാട്ടിൽ അവിടെ കിടക്കുന്നുണ്ട് ചെന്നൈയിൽ. അപ്പൊ ഞാൻ ജിപ്സിയുടെ നമ്പർ നമ്മുടെ 3050 എന്നാ. ഇത് അപ്പം നോക്കിയപ്പോ 3151. വണ്ടിയുടെ കണ്ടീഷൻ നോക്കാതെ നമ്പർ നോക്കി എടുത്തല്ലേ? നമ്പർ നോക്കിയപ്പോ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ അഡ്വാൻസ് കൊടുത്തു, പറഞ്ഞ് എമൗണ്ട് സെറ്റ് ആക്കി അഡ്വാൻസ് കൊടുത്തു, ഡ്രൈവറിന് വിട്ടു. ഞാൻ വണ്ടി ചെന്നൈയിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഞാൻ വണ്ടി കാണുന്നത്. അപ്പൊ ഡ്രൈവർ നോക്കി എടുത്തിട്ടാണോ വന്നേ? അല്ല, എനിക്ക് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതായത് പൊളിഞ്ഞ വണ്ടിയാണെങ്കിലും ഒന്നേന്ന് പണിയാന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പം നമ്പറും കൂടെ സെറ്റ് ചെയ്തപ്പോ ഇപ്പൊ എല്ലാരും ഇവിടെ കാണുമ്പോൾ ചോദിക്കും, ഓ പണ്ടോട്ടുള്ള വണ്ടിയല്ലേ KL06 ഇടുക്കി വണ്ടി എന്നുള്ളൊരു തോട്ട് വരും. ഇപ്പൊ ഇടുക്കി വണ്ടി എങ്ങനെയോ കറങ്ങി തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും ഒരു ഇടുക്കിക്കാരൻ ഒക്കെ എടുത്തിട്ടുണ്ടാവും. എന്നാ പിന്നെ ആ പുള്ളിക്ക് നേരത്തെ തൊടുപുഴയിൽ കിടന്ന വണ്ടിയാണ്. വേറെ കൊല്ലത്തിൽ നിന്ന് എടുത്ത് കൊല്ലംകാര്. എത്രാമത്തെ ഓണറാ? തേർഡ്. കൊല്ലംകാര് അവിടെ സെറ്റിലായി ചെന്നൈയില്. അപ്പൊ അവിടുന്ന് പുള്ളിയുടെ പുതിയൊരു കോണ്ടസ് എടുക്കാൻ പോകുന്നത് പുതിയല്ല, ഈ ഒരു കോണ്ടസ് ഇതുപോലത്തെ ടൈപ്പ് കോണ്ടസ് എടുത്ത് പണിയുന്നവരോട് എന്തെങ്കിലും ടിപ്പ് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് നമുക്ക് ഒരു 5 ലക്ഷം കൊടുത്താണെങ്കിലും വണ്ടി എടുക്കാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് വണ്ടി നോക്കുന്നതിനെ പോലെ ഇരിക്കും, നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. അതായത് അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ 5 ലക്ഷം രൂപ താൽക്കാലം എടുത്തോണ്ട് വരാമല്ലോ, എന്നിട്ട് കാർപോർട്ട് ഇടാം, അത് ഉപയോഗിക്കുക, പിന്നെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് താഴെ കൊടുത്തു വണ്ടിയുടെ വീഡിയോ. അപ്പോൾ ശരി, ബൈ ബൈ. ബൈ പറ, ബൈ. നല്ല ബൈ പറ, ബ്ലിപ്പൊക്കെ അടിച്ചോ, എന്നാ ബൈ.